ഓഫറുകളുടെ കാലഘട്ടമാണ് കടന്നു വരുന്നത്. ഓഫറുകളാണ്, എവിടെ നോക്കിയാലും ഓഫറുകളുണ്ട്, എങ്ങോട്ട് നോക്കിയാലും ഓഫറുകളുണ്ട്. ഓഫറിന്റെ പിന്നാലെയാണ് നമ്മളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊരു ഓഫർ തന്നിരിക്കുകയാണ്, വിശുദ്ധമാക്കപ്പെട്ട റമദാനു ശരീഫ്. ആ റമദാനു ശരീഫിൽ പ്രത്യേകമായിരിക്കുന്ന ഒരു ഓഫറാണ് ആദ്യത്തെ 10 അള്ളാഹുവിന്റെ റഹ്മത്ത്. ആ റഹ്മത്തിനെ കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. ആ റഹ്മത്ത് അള്ളാഹുവിൽ നിന്ന് ചോദിച്ചു വാങ്ങുക തന്നെ വേണം. ചോദിക്കാതെയും ലഭിക്കുമെങ്കിലും അള്ളാഹുവിന്റെ റഹ്മത്ത് ചോദിക്കുന്നവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല വാരിക്കോരി കൊടുക്കും. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ ചിന്തിക്കുക. വിശുദ്ധമാക്കപ്പെട്ട റമദാനു ശരീഫിൽ മാത്രമല്ല, അല്ലെങ്കിൽ ഈ റഹ്മത്തിന്റെ ഓഫറിൽ മാത്രമല്ല നമ്മൾ അള്ളാഹുവിനോട് റഹ്മത്ത് ചോദിക്കേണ്ടത്. റഹ്മത്ത് സദാസമയം അള്ളാഹുവിൽ നിന്ന് ചോദിക്കണം. അള്ളാഹുവിന്റെ റഹ്മത്തില്ലാതെ നമുക്കൊരിക്കലും രക്ഷയില്ല. അള്ളാഹുവിന്റെ റഹ്മത്താണ് എല്ലാത്തിനും കാരണം. നമ്മൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കണമെങ്കിലും, അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലെ വിജയം വേണമെങ്കിലും, നമ്മുടെ മരണം ഹൈറാകണമെങ്കിലും, മരണാനന്തര ജീവിതം ഹൈറാകണമെങ്കിലും ഒക്കെ അള്ളാഹുവിന്റെ റഹ്മത്ത് അനിവാര്യമാണ്. പക്ഷേ ആ റഹ്മത്തിന്റെ ഓഫറാണ് ഈ ഒരു മാസത്തില്, ഈ ഒരു 10 നമുക്ക് ലഭിക്കുന്നത്. റമദാനിന്റെ ആദ്യത്തെ 10 നമുക്ക് ആ ഓഫർ ലഭിക്കുന്നു. അത് കഴിഞ്ഞ് പിന്നെ റഹ്മത്ത് ചോദിക്കണ്ട എന്നല്ല, റമദാനിന്റെ 10 നമ്മളോട് വിട പറഞ്ഞാലും പിന്നീട് നമ്മൾ മഗ്ഫിറത്തിന്റെ 10ലേക്ക് കടക്കുമ്പോഴും ഇതക്കും മിനന്നാറിന്റെ 10ലേക്ക് കടക്കുമ്പോഴും ഒക്കെ അള്ളാഹുവിന്റെ റഹ്മത്താണ് നമുക്ക് ആവശ്യം. അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ടല്ലാതെ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല. അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ടല്ലാതെ നമുക്കൊരിക്കലും പുറത്തു ലഭിക്കുകയില്ല. അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ടല്ലാതെ നമ്മുടെ ദോഷങ്ങൾ പൊറുക്കപ്പെടുകയില്ല. അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ടല്ലാതെ നരകത്തിൽ നിന്ന് മോചിക്കുന്നവരുടെ കൂട്ടത്തിൽ, നരകത്തിൽ നിന്ന് മോചനം ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുകയില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ ചിന്തിക്കണം. അള്ളാഹുവിന്റെ അനുഗ്രഹം അത് നമുക്ക് അനിവാര്യമാണ്. അതുകൊണ്ട് അത് സദാസമയവും ചോദിക്കണം. ഈ ഒരു 10 കഴിഞ്ഞാലും നമ്മൾ ആ ചോദ്യത്തിന് യാതൊരുവിധ കുറവും വരുത്താതെ കൂടുതൽ കൂടുതൽ ചോദിച്ചു കൊണ്ടേയിരിക്കണം. ഈ ഒരു 10 അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ധാരാളം റഹ്മത്ത് ചൊരിയും. നമ്മൾ റഹ്മത്ത് കൊണ്ട് അല്ലാഹു പൊതിയുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ വിശുദ്ധമാക്കപ്പെട്ട റമദാനു ശരീഫ് പൂർണ്ണമായും അള്ളാഹുവിന്റെ റഹ്മത്തിന് വേണ്ടി ചോദിക്കാനും, അതുപോലെ തന്നെ മഗ്ഫിറത്തും റഹ്മത്തും ലഭിക്കാൻ വേണ്ടി ധാരാളം നമ്മൾ അള്ളാഹുവിനോട് തേടിക്കൊണ്ടിരിക്കണം. എങ്കിൽ മാത്രമാണ് നമ്മുടെ ജീവിതം വിജയിക്കുകയുള്ളൂ. അള്ളാഹുവിന്റെ റഹ്മത്തിനെ കുറിച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മൾ ചിന്തിക്കണം, അള്ളാഹുവിന്റെ റഹ്മത്ത് 100 റഹ്മത്തുകളിൽ നിന്ന് ഒരു റഹ്മത്ത് മാത്രമാണ് ഈ ഭൂമിയിലേക്ക് ഇറക്കിയിട്ടുള്ളത്. സകലമാണ് ഈ ഭൂമിയിലെ സകലമായ ചരാചരങ്ങളും സൃഷ്ടികളായിരിക്കുന്ന സകലമായ ചരാചരങ്ങളും മനുഷ്യരും എല്ലാം കൂടെ അവർ കാണിക്കുന്ന എല്ലാ റഹ്മത്തും കൂടെ കൂട്ടിയോജിപ്പിച്ചതാണ് ആ ഒരു റഹ്മത്ത് കൊണ്ട് മാത്രമാണ്. അള്ളാഹുവിന്റെ 100ൽ നിന്നുള്ള ഒരു റഹ്മത്ത് മാത്രമാണ് അത് ഈ ദുനിയാവിലുള്ളത്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ 100ൽ നിന്ന് 99 റഹ്മത്തും നാളെ പരലോകത്തേക്ക് നമുക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. നോക്കണം നിങ്ങൾ, അള്ളാഹുവിന്റെ ഒരു കൃപ, അള്ളാഹുവിന്റെ ഒരു നമ്മളോടുള്ള ഒരു സ്നേഹം നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ആ 99 റഹ്മത്തും നാളെ പരലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കൊരുക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ റഹ്മത്ത് നമുക്ക് ആവശ്യമാണ്. അള്ളാഹുവിന്റെ റഹ്മത്താണ് നമുക്ക് വേണ്ടത്. നമ്മുടെ വിജയം അതാണ്. അതുകൊണ്ട് നമ്മളെല്ലാവരും ആ റഹ്മത്തിന് ചോദിച്ചു കൊണ്ടേയിരിക്കണം. ഈ മാസത്തിൽ പ്രത്യേകിച്ച് നമ്മൾ റഹ്മത്ത് ചോദിച്ചു കൊണ്ടിരിക്കണം. ആദ്യത്തെ 10 പ്രത്യേകിച്ച് ചോദിച്ചു കൊണ്ടിരിക്കണം. ആദ്യത്തെ 10 ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. നമ്മൾ ധാരാളം ചോദിക്കണം. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്, ഈ റമദാൻ ശരീഫ് വന്നതിന് ശേഷം, നമസ്കാരങ്ങൾക്ക് ശേഷമല്ലാതെ ഒരു 100 പ്രാവശ്യമോ 100-ലധികം പ്രാവശ്യമോ അള്ളാഹുവിനോട് നമ്മൾ റഹ്മത്ത് ചോദിച്ചിട്ടുണ്ടോ? നമ്മളൊന്ന് വെറുതെ നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് പരിശോധിച്ച് നോക്ക്. ഒന്ന് വെറുതെ കണ്ണാലോചിച്ച് നോക്ക്. ഒന്ന് വെറുതെ പിന്നിലേക്കൊന്ന് തിരിഞ്ഞു നോക്കൂ. നമ്മൾ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ചിന്തിക്കേണ്ട സമയമാണ് സഹോദരങ്ങളെ. അള്ളാഹുവിന്റെ റഹ്മത്ത് ഇത്ര വലിയ ഓഫർ തന്നിട്ട് നമസ്കാരങ്ങൾക്ക് ശേഷം ഇങ്ങനെ 3 പ്രാവശ്യം ചൊല്ലുകയെന്നല്ലാതെ മറ്റേതെങ്കിലും സമയത്ത് ഒരു മുസല്ലയിലിരുന്ന് ഒരു 100 പ്രാവശ്യം നമ്മൾ ചൊല്ലിയിട്ടുണ്ടോ? നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം സഹോദരങ്ങളെ. അള്ളാഹു ഇത്ര വലിയ ഓഫർ തന്നിട്ട് ആ ഓഫർ നമ്മൾ ഉപയോഗപ്പെടുത്തിയോ? അതുകൊണ്ട് അള്ളാഹുവിന്റെ റഹ്മത്ത് ധാരാളം ചോദിക്കാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാകുക. യാതൊരുവിധ മടിയും കാണിക്കേണ്ട. പല മഹാന്മാരുടെയും വിജയം അവരുടെയൊക്കെ പ്രാർത്ഥനയിൽ അള്ളാഹുവിന്റെ റഹ്മത്ത് ചോദിച്ചത് കൊണ്ടാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ
ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ എന്ന് ദുആയുടെ അവസാനങ്ങൾ ഉൾപ്പെടുത്താൻ നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. അള്ളാഹുവിന്റെ അനുഗ്രഹം നമുക്കുണ്ടാകട്ടെ. ആ അനുഗ്രഹം, അള്ളാഹുവിന്റെ അനുഗ്രഹം നമ്മെ വിജയത്തിലെത്തിക്കട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക്, അതുപോലെ തന്നെ നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും അള്ളാഹുവിന്റെ അനുഗ്രഹം ആവശ്യമാണ്. അതുകൊണ്ട് ചോദിക്കുമ്പോൾ ഒരാൾക്ക് മാത്രമാകരുത്, എല്ലാവർക്കും കൂടെ ചോദിക്കാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാകുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ വിശുദ്ധമാക്കപ്പെട്ട റമദാൻ ഷരീഫിൽ കൂടുതൽ ഇബാദത്തുകൾ ചെയ്യാനും റഹ്മത്ത് വർദ്ധിപ്പിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.